ഞാൻ ഇന്ന് രാവിലെ അങ്കമാലി ഞാൻ വരുമ്പോൾ പാർക്ക് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 5 രൂപ പാർക്കിംഗ് ഫീസ് വാങ്ങി. അപ്പോൾ ഞാനത് എന്താന്ന് ചോദിച്ചപ്പോൾ ഇന്ന് തുടങ്ങി അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 5 രൂപ കൊടുത്തു. ഞാൻ 5 രൂപ കൊടുത്തിട്ട് ഞാൻ പോയി. എനിക്ക് അവരൊന്ന് അപ്പോൾ 44.53 എന്നുള്ള ഒരു റെസീറ്റും തന്നു. ഞാൻ എൻ്റെ ആവശ്യം നടത്തി ഞാൻ തിരിച്ചു പോന്നു. ഞാനതിനെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും തന്നിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ പോയി തിരിച്ച് പുറത്തൊരു ചെറിയ ആവശ്യമുണ്ടായി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തില്ല, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് 52, 51 എന്നുള്ള നമ്പറിൽ വീണ്ടും 5 രൂപ വാങ്ങിച്ചു. ഇവര് ഇവിടെ ബോർഡിൽ പെർ ഡേ 5 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. അത് പക്ഷേ ഈ ടിക്കറ്റിൽ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു മണിക്കൂർ ഇടവിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം പൈസ 5 രൂപ വെച്ച് വാങ്ങിയുണ്ടായത്. എനിക്ക് അറിയേണ്ട 2-3 കാര്യങ്ങൾ. ഇതാരാണ് ഇവർക്ക് ഈ പൈസ ഇവിടെ വാങ്ങാൻ അനുവാദം കൊടുത്തത്? ഇത് ബഹുമാനപ്പെട്ട DMO തലത്തിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലോ ഇതിന് ശക്തമായൊരു അന്വേഷണം ആവശ്യമാണ്. കാരണം ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരാള് ഒത്തിരി ടെൻഷനോട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പോകാത്തവരാരുമില്ല. ഇവിടെ വരുമ്പോൾ ഒരു പകൽ കൊള്ള എന്നോണം അങ്കമാലി ആശുപത്രി ഇത് ഇവിടെ ഇങ്ങനെ പൈസ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിലും ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവർ പറയുന്നത് പല കാരണങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഒരു ഏകീകൃതമായ ഒരു കാരണം കിട്ടുന്നില്ല. ഇതിന്റെ PRO സ്ഥലത്തില്ല, ആരും ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ആരുമില്ല. ഞാനിതുമായിട്ട് നമ്മുടെ അങ്കമാലി മുനിസിപ്പൽ ഓഫീസിൽ പോയി ഇപ്പോൾ അന്വേഷിച്ചു. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇതിൽ ഇടപെടാൻ നിവൃത്തിയില്ല എന്ന് പറയണേ. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ ആവശ്യപ്പെട്ടത്, ഒരു ബിൽഡിങ് ഇതുപോലെ പൊതു ആവശ്യത്തിനായിട്ട് ഒരു ബിൽഡിങ് പണിയുമ്പോൾ അതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ പാർക്കിംഗ് വേണം എന്നുള്ള ഒരു അടിസ്ഥാന തത്വം അത് മാത്രമല്ല, എത്രയും വേഗം ഈ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന ഈ നടപടി ഈ ആശുപത്രി അധികൃതർ നിർത്തുകയും ചെയ്യണം. കാരണം ഇവിടെ വരുന്ന പാവപ്പെട്ട രോഗികളുടെയും അവരുടെ ആളുകളുടെയും കുത്തിന് പിടിച്ച് പൈസ വാങ്ങുന്ന ഈ രീതി ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. പൊതുജനം ഇതിനെതിരെ രംഗത്തേക്ക് വരണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. പെർ ഡേ 5 രൂപ എന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 5 മണിക്കൂർ സൗജന്യം എന്ന് എഴുതിയിട്ടുണ്ട്. 1 മണിക്കൂർ ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ നിസ്സാര ഗ്യാപ്പിൽ എൻ്റെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം പൈസ വാങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ആരോട് പോയി പറയും? ആശുപത്രി അധികൃതരോട് പറയണോ? ബഹുമാനപ്പെട്ട DMO തലത്തിൽ പറയണോ? അതോ അങ്കമാലി മുനിസിപ്പൽ ഓഫീസിൽ അവിടുത്തെ അധികാരികളോട് പറയണോ? അപ്പോൾ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് മാത്രമല്ല, ഇവിടെ ഒരു പേഷ്യന്റ്, ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയി കിടക്കും. ആ സമയത്ത് ആ പേഷ്യന്റിനെ കാണാൻ ചിലപ്പോൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുമായിരിക്കാം. അവരെല്ലാവരും ഈ 5 രൂപ വെച്ച് കൊടുക്കണം. ഇത് റീഫണ്ടബിൾ ആണോ എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ മറുപടി ഒരു സ്ഥലത്തു നിന്നും കിട്ടുന്നില്ല നമുക്ക്. ഇത് ഒരു പാർക്കല്ല, ഇത് ആനന്ദിക്കാൻ വരുന്ന സ്ഥലമല്ല. ഇനി എനിക്ക് ഇതിൽ ശക്തമായൊരു സംശയമുള്ളത്, ഇത് നമ്മുടെ സമീപത്തുള്ള എല്ലാ ആശുപത്രി അധികൃതരും കൂടി ഇത് ഗൂഢമായി ചിന്തിച്ച് ആലോചിച്ച് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാകാം. കാരണം LFൽ ഇത് വിജയിച്ചാൽ തൊട്ടടുത്തുള്ള മറ്റ് ആശുപത്രികളിലേക്കും ഇത് വ്യാപിപ്പിക്കാം എന്നുള്ള ഒരു ഗൂഢമായ ചിന്ത ഒരു പക്ഷേ ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം. അതിനെ പൊതുജനം എതിർത്തേ പറ്റൂ. കാരണം ആശുപത്രി ഇത്തരത്തിലുള്ള ഈ പകൽ കൊള്ള, അങ്ങനെ തന്നെ പറയണം, സത്യമായിട്ടും ഇതൊരു പകൽ കൊള്ള തന്നെയാണ്, ഒരു സംശയവുമില്ല. പറഞ്ഞു വരുമ്പോൾ അങ്കമാലി ആശുപത്രി ധർമാശുപത്രി എന്നാ പറയണേ. എന്ത് ധർമ്മം ഇവിടെ നടക്കണേ? ഇവിടെ എന്ത് ധർമ്മം നടക്കണേ? ഒരു ധർമ്മം നടക്കുന്നില്ല. ഇപ്പൊ ഇത്തരത്തിലുള്ള കുത്തിക്കൊല അല്ലാതെ ഒരു ധർമ്മവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇതിനെതിരെ ബഹുമാനപ്പെട്ട മാധ്യമങ്ങളും പൊതുജനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിനെതിരെ നടപടിയെടുക്കണം. എത്രയും വേഗം ആശുപത്രി അധികൃതർ ഈ പദ്ധതി ഒഴിവാക്കി ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കണം. മാത്രമല്ല, ഞാൻ ഇത് ഇവിടെ നിർത്തുന്നില്ല. ഈ പരിപാടി ഉടനെ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇതിന്റെ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും.